ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാൻ ഇഡി അടുത്ത ചൊവ്വാഴ്ച ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് ഇഡി സമൻസ് നൽകി. കേസിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിൽ നാളെ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. ശബരിമലയിലെ സ്വർണം ഉപയോഗിച്ച് പ്രതികൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിലാണ് ഇഡിയുടെ പരിശോധന നടക്കുന്നത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് ഇഡിയുടെ സമൻസ് ജയറാമിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നടന് സമൻസ് അയച്ചത്. സ്വർണ്ണപ്പാളികൾ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജ നടത്തിയതും വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതും നേരത്തെ ജയറാം തന്നെ സമ്മതിച്ചിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്കപ്പുറത്തേക്ക് 12 പേർക്കാണ് ഇഡി തുടക്കത്തിൽ സമൻസ് അയച്ചത്. VSSCയിലെ പരിശോധനയിൽ അവ്യക്തത ഉള്ളതിനാൽ പാളികളുടെ അതിസൂക്ഷ്മ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്നലെ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. മുംബൈ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, ജംഷഡ്പൂർ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി, ഹൈദരാബാദിലെ ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവിടങ്ങളിലൊന്നിൽ പരിശോധന നടത്താനാണ് SIT ആലോചിക്കുന്നത്. ഇതിനായി 12-ന് സന്നിധാനത്ത് നിന്നും സാമ്പിളുകൾ ശേഖരിക്കും. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ സമയം ഇടപെടാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയത്. കുറ്റപത്രമടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിച്ച ശേഷം ജാമ്യാപേക്ഷ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിൽ നാളെ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടി സ്വാഭാവിക ജാമ്യ ഹർജിയാണ് നൽകിയത്. മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിനെ വീണ്ടും 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.